നമസ്കാരം. വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു വസ്തുത നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ചെയ്യുന്നത്. നോക്കൂ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞിട്ടുള്ള ചില വാർത്തകൾ ഹിന്ദു ആചാരങ്ങളെക്കുറിച്ച്. ആനകളെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ക്ഷേത്ര ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചില ഉത്സവങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ആനയുടെ മുകളിലുള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പും മറ്റ് കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനകളെ അണിനിരത്തുന്ന സമയത്ത് ചുറ്റും 4 മീറ്റർ അകലം ഇട്ടുകൊണ്ട് വേണം ഓരോ ആനയെയും നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇത് നമുക്ക് മാത്രമാണോ ബാധകം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ച് അത് ആചാരം അല്ല എന്നുപോലും കോടതിയിൽ പോലും വാദങ്ങൾ വരുന്നു. അത് ആചാരത്തിന്റെ ഭാഗമല്ല ആനകളെ എഴുന്നള്ളിക്കുന്നത്, അതുകൊണ്ട് അതിന് നിയന്ത്രണങ്ങളാവാം. ആരാണ് ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്കാണുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കാണോ? ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കാണോ? അതല്ല ഇവിടുത്തെ കോടതികൾക്കാണോ? ഹിന്ദുവിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ ഹിന്ദു സന്യാസിമാരെ വിളിച്ച്, ആചാര്യന്മാരെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കൂ, അവരുമായിട്ട് ചർച്ച ചെയ്യൂ. അതല്ലാതെ എങ്ങനെയാണ് ഒരു മതേതര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോടതിയോ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം തീരുമാനിക്കപ്പെടുന്നത്? ഇവിടെ നോക്കൂ, അതിന് എതിരായിട്ട് ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതിനും മറ്റും എതിരായിട്ട് അരജി കൊടുത്തിട്ടുള്ളത് മൃഗസംരക്ഷണ വേദി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആനകൾക്ക് മാത്രമേ ഈ അവകാശങ്ങളുള്ളൂ? മറ്റു മൃഗങ്ങൾക്കൊന്നും ഈ അവകാശങ്ങളില്ലേ? ഒരു മതത്തിൻ്റെ ആചാരത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മുഴുവൻ തെരുവീതികളിലും എത്ര മൃഗങ്ങളെയാണ് ബലിദിനത്തിന് വേണ്ടിയിട്ട് എത്ര മൃഗങ്ങളുടെ ജീവനാണ് എടുക്കപ്പെടുന്നത്? എന്താ ഇതിനൊന്നും ബാധകമല്ലേ? ഈ പോത്തിനും കാളയ്ക്കും മൂരിക്കും ഒന്നും ഈ അവകാശമില്ലേ? ആനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അപ്പൊ ഇതിന്റെ പേരിൽ ഹിന്ദുവിന്റെ ആചാരങ്ങൾക്ക് നേരെ ആർക്കും കടന്നു കയറാം, ഹിന്ദുവിന്റെ ആചാരങ്ങളെ നിയന്ത്രിക്കുവാൻ എല്ലാവർക്കും സാധിക്കും എന്ന ഒരു ധാരണ കടന്നു വരുന്നത് വളരെ അപകടകരമാണ്. ഏതായാലും ബജ്രംഗ് ദൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഹിന്ദുവിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ട്, ഹിന്ദുവിന്റെ ക്ഷേത്ര ഉത്സവങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാരായാലും ശരി, അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ കേരളത്തിൽ ബജ്രംഗ് ദൾ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഇത് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്കും നേരെ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അത് ഉത്സവത്തിൻ്റെ ഈ കാര്യം മാത്രമല്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ ശബരിമലയിൽ വിഷയങ്ങളെടുത്താൽ നമുക്കറിയാം. ആ 18-ാം പടിയുടെ മുകളിൽ അങ്ങനെ പോലീസുകാർ കയറി നിന്നിട്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങളും പോലീസും എല്ലാം ഒറ്റക്കെട്ടായി പരിശ്രമിച്ചപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഹൈന്ദവ സംഘടനകൾ 41 ദിവസത്തിലധികം അവിടെ ശക്തമായിട്ട് പ്രതിരോധം തീർത്ത സമയത്ത് അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ നേതാവായിരുന്ന വത്സൻ തില്ലങ്കരി ആ ഒരു 18-ാം പടിയുടെ ഒരു പടിയിൽ കയറി നിന്നതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ, എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഇവിടെ. ആചാരലംഘനം നടന്നു, കേസെടുക്കുന്നു. ഇപ്പോഴോ ആരാണോ ഈ ആചാരങ്ങളെയൊക്കെ അല്ലെങ്കിൽ ശബരിമലയിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അവര് തന്നെയാണ് നഗ്നമായിട്ട് ഈ ആചാരലംഘനം നടത്തിയിട്ടുള്ളത്. ഇത് മറ്റൊരു മതത്തിൻ്റെ മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്ഥലത്ത് പോയിട്ട് ചെയ്യുവാൻ ഈ പോലീസുകാർക്ക് ധൈര്യം ഉണ്ടാവുമോ? നമ്മൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഗുരുവായൂരിൽ നോക്കൂ, ഗുരുവായൂരിൽ അവിടെ ദേവസ്വം ബോർഡ് അവിടെ ഇറക്കിയിരിക്കുന്നു ഒരു തിട്ടൂരം, ആനകൾക്ക് കുറി തൊടാൻ വേണ്ടി പാടില്ല. നാളെ ആനകളെ സുന്നത്ത് കഴിക്കണമെന്നും കൂടി പറയുമോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അതും കൂടി നടന്നേക്കാം. കാരണം കാലം ഇതാണ്, ഭരിക്കുന്നത് ഇവന്മാരാണ്. മതേതരത്തിൻ്റെ ഇങ്ങനെ പൂത്തുലേകിയാണ് കേരളത്തിൽ മതേതരം. ഹേ ഹൈന്ദവ വിഡ്ഢികളെ, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കൂ, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ആനയ്ക്ക് കുറി തൊടാൻ പാടില്ല, അതും ഗുരുവായൂരിൽ എന്നൊരു തിട്ടൂരം ഇറക്കിയിരിക്കുന്നു. അതും പോട്ടെ, ഇപ്പൊ അടുത്ത് വന്നതെന്താ? ഏകാദശി ദിവസത്തില് തിരക്ക് അനിയന്ത്രിതമാണ്, അതുകൊണ്ട് ഭഗവാന്റെ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്ത ഉദയാസ്തമന പൂജ അത് മാറ്റിവെക്കണമെന്ന് പറയുകയും കോടതി ചോദിച്ച സമയത്ത് ഇത് തന്ത്രിയുടെ കൂടെ ഉപദേശത്തിലാണെന്ന് പറഞ്ഞിട്ട് അവിടെ സത്യവാങ്മൂലം കൊടുക്കുകയും ആ ഉദയാസ്തമന പൂജ മാറ്റിവെച്ചിരിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ.
അതിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അതൊരു കാരണവശാലും മുടക്കം വരാൻ പാടില്ലാത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന് എന്താണ് അധികാരം ഇതിന്? ദേവസ്വം ബോർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ദേവസ്വം ബോർഡിന്റെ പണി എന്താണ്? ക്ഷേത്രത്തിനകത്തുള്ള പൂജകളെ കുറിച്ചാണോ ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ടത്? അവിടെ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളെ കുറിച്ചാണോ ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ടത്? അവിടെ എന്തൊക്കെ വഴിപാടുകൾ നടത്തണം എന്നത് മാത്രമാണോ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡിന്റെ ജോലി എന്താ? ആ ക്ഷേത്രത്തിന്റെ ഭരണം കൃത്യമായി നടക്കുക, അവിടെ പൂജ മുടങ്ങാതെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, അവിടെ പൂജയ്ക്ക് വേണ്ടി നിൽക്കുന്ന ശാന്തിമാർക്ക് അവരുടെ ഐശ്വര്യത്തിന്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിന്റെ ബിൽഡിംഗ്, മറ്റു കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ദേവസ്വം ബോർഡ് വേണ്ടത്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ആചാര ലംഘനമാണ് നടന്നിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. ഇത് ദേവസ്വം ബോർഡിന്റെ പരിഗണിക്ക് ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ട വിഷയമില്ല. അങ്ങനെയാണ് എങ്കിൽ പറയുന്നത് എന്താ? ഭക്തന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്നു, ആ ഭക്തന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടേ, അവരുടെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടേ എന്നാണ് കോടതിയിൽ ചോദിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണ് എങ്കിൽ ഗുരുവായൂരിലെ ശ്രീകോവിൽ വളരെ ചെറുതാ. അപ്പൊ നാളെ ഭക്തന്മാരുടെ എണ്ണം കൂടുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം, ശ്രീകോവിൽ പൊളിച്ചിട്ട് ഭഗവാൻ എടുത്ത് പുറത്തു വെക്കാം. എന്നാൽ ഭക്തന്മാർ വന്ന് തൊഴുത് സൗന്ദര്യമായിട്ട് തൊഴുതിട്ട് പോകട്ടെന്ന്. ഹേ, ദേവസ്വം ബോർഡിന്റെ അധികാരികൾ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഭക്തന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ഗുരുവായൂർ ക്ഷേത്രം ഇങ്ങനെയാണെന്നും ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടെന്നും അവിടെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് പോയാൽ ദർശനത്തിന് വളരെ സുഗമമായിട്ട് കിട്ടില്ല എന്നും വരികൾ നിൽക്കണമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഭക്തന്മാർ വരുന്നത്. അവരവിടെയുള്ള ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഭക്തന് വേണ്ടി ഭഗവാനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല. ഭഗവാൻ അതേ സ്വരൂപത്തിൽ അവിടുത്തെ ചിട്ടകൾക്കനുസരിച്ച് പോകുവാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഹിന്ദു ഭക്തന്മാർ കടന്നു ചെല്ലുന്നത്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? അതെല്ലാം മാറ്റിമറിക്കുകയാണ്. പണം പണം പണം, അതിനു വേണ്ടി മാത്രം. അപ്പം ഇതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമില്ലേ? ആരാ ഇതിനെതിരെ പ്രതികരിക്കാനുള്ളത്? ഇനിയെങ്കിലും ഈ ആലസ്യത്തിൽ നിന്ന്, ഈ ഉറക്കത്തിൽ നിന്ന് ഹൈന്ദവ സമൂഹം ഉണർന്നെഴുന്നേറ്റേ പറ്റൂ. അല്ല എങ്കിൽ നാളെ ക്ഷേത്രത്തിൽ എഴുന്നള്ളുന്ന ആനയ്ക്ക് ഒരു വട്ട തൊപ്പിയും വെച്ച് പച്ച കുപ്പായം ഇട്ടിട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും, ഒരു സംശയവും ഇല്ല. ക്ഷേത്രത്തിനകത്തുള്ള ചിട്ടകളെല്ലാം മാറിക്കൊണ്ട് അതെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറും. എല്ലാ ക്ഷേത്രത്തിന്റെയും കവാടങ്ങൾ മാത്രമല്ല, ശ്രീകോവിലുകൾ പോലും തുറക്കപ്പെടും എല്ലാവർക്കും വേണ്ടിയിട്ട്. അതിനകത്ത് ഫോട്ടോ എടുക്കാനും നൃത്തം കളിക്കാനും എല്ലാത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടാവും. ഹിന്ദുവിന്റെ ആചാരങ്ങൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മാത്രം വിഷയമല്ല. ഇതിനു മുൻപ് തിരുവനന്തപുരത്തുണ്ടായി നമുക്കറിയാലോ, ക്ഷേത്രത്തിൽ കാവിക്കൊടി കുത്താൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ക്ഷേത്രത്തിലല്ലാതെ വേറെ എവിടെയാ കാവിക്കൊടി കുത്തുക? എന്നിട്ട് അതിനെ അവിടുത്തെ ദേവസ്വം ബോർഡ് നിരോധിച്ചതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഹിന്ദു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കുവാനും ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നശിപ്പിച്ച് ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭരിക്കുന്ന സർക്കാർ ഒരു കാരണവശാലും നമുക്ക് അനുകൂലമായിട്ട് തിരിയുകയില്ല. കാരണം ഈ നശിച്ച കമ്മ്യൂണിസം, അവരുടെ ആവശ്യം തന്നെ ഈ ഹിന്ദു സംസ്കാരം നശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവന്മാരെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും പിന്തുണയില്ലാതെ, അവരോടൊത്തല്ലാതെ കിടന്നുറങ്ങാൻ ഉറക്കം പോലും വരാത്തവരാണ് ആ ഒരു UDF എന്ന സംവിധാനം. അവരും നിലകൊള്ളുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹിന്ദുവിന് വേണ്ടി രാഷ്ട്രീയക്കാരില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഹിന്ദുവിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതെല്ലാം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തില് വലിയൊരു പ്രക്ഷോഭത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട്, ജാതിയുടെ വ്യവസ്ഥകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ഹൈന്ദവ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ജനങ്ങളും പൂർണ്ണമായ മനസ്സോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളും ഉത്സവങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രക്ഷോഭത്തിനോട് ഒരുമിച്ച് ചേർന്ന് ശക്തി പകരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്.